നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസാപ്പൂ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ റോസാപ്പൂ കൊണ്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ഒരു പായസം വെക്കാം. അപ്പോൾ നമുക്ക് റോസാപ്പൂവിൻ്റെ എതളുകളൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ എതള് പറിച്ചെടുക്കൽ കുറച്ച് പണിയാണ്, നമുക്കത് വേഗം ചെയ്യാം. അപ്പോൾ ഈ റോസാപ്പൂവിനകത്തൊക്കെ എന്തായാലും വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മാക്സിമം ഇല്ലാത്തത് നോക്കിയിട്ടാണ് കേട്ടോ മേടിച്ചത്. എന്നാലും നമുക്ക് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിൽ. അപ്പോൾ ഇതിൻ്റെ എതളുകൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ. കാരണം ഇത് ഓരോന്നെടുത്ത് നമുക്ക് പറിച്ചെടുക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. എതളി വെള്ളത്തിൽ കിടക്കുന്നത് കാണുമ്പോഴേ ഹണിമൂണിനൊക്കെ മറ്റേ സ്വിമ്മിംഗ് പൂളും ഇതൊക്കെ അലങ്കരിച്ച പോലത്തെ ഉണ്ടല്ലോ. അതെ അതെ, അടിപൊളിയില്ലേ. അപ്പോൾ നമ്മുടെ റോസാപ്പൂവിൻ്റെ എതളുകളൊക്കെ നമ്മൾ ഫുള്ള് പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയാം ഈ സാധനം കിടക്കുന്നത് കാണാൻ തന്നെ. ഒരു മിനിറ്റ്. റോസാപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഈ പാത്രം നിറച്ച സാധനമാണ് കേട്ടോ. നല്ല രസത്തോടെ അതിന് വാരി ഞാൻ മൊത്തം വാരി എറിയുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ റോസാപ്പൂവിൻ്റെ എതളുകൾ ഫുള്ള് നമുക്കങ്ങോട്ട് കഴുകിയെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഉപ്പുവെള്ളത്തിനകത്താണ് ഇത് ഫുള്ള് ഇങ്ങനെ കൊഴിച്ചെടുത്ത് ഇട്ടത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക്. നമുക്ക് ഒന്നും കൂടെ ഇത് സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞ് പാത്രത്തിലോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് കഴുകി വാരി കഴിഞ്ഞാൽ നമ്മുടെ റോസാപ്പൂവിൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ പായസം നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഉരുളി വെച്ച് നമുക്ക് പായസം അങ്ങോട്ട് റെഡിയാക്കാൻ തുടങ്ങാം കേട്ടോ. ഇനി നമ്മുടെ ഉരുളിക്കകത്തോട്ട് നമുക്ക് നമ്മുടെ റോസാപ്പൂവിൻ്റെ എതളുകൾ അങ്ങോട്ട് കുറച്ച് തട്ടി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ എതളുകളുടെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത റൗണ്ട് വീണ്ടും നമുക്ക് എതളിടാം. ഇനി അടുത്ത ലെയർ ഇതുപോലെ പഞ്ചസാര ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ഇതുപോലെ എതളുകളും കറക്റ്റായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് എതള് തീരുന്ന വരെ ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് അപ്പോൾ നമ്മൾ എതളുകളെല്ലാം കറക്റ്റ് ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് പഞ്ചസാര ഇതിന് മുകളിലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും നമ്മുടെ റോസാപ്പൂവിൻ്റെ എതളും തമ്മിലൊന്ന് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കണം. ശരിക്കും ഇതുപോലത്തെ ഒരു സാധനമുണ്ട്, നീ കഴിച്ചിട്ടുണ്ടോ? ഗുൽക്കന്ത് എന്ന് പറയും. ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. ഈ റോസാപ്പൂവിൻ്റെ എതള് ചില്ല് കുപ്പിയിലില്ലേ, കറക്റ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ലെയറാക്കി അടുക്കിയിട്ട് കുറച്ച് ദിവസം, ഒരു 10-12 ദിവസം ഇങ്ങനെ വെയിലത്ത് വെക്കും. അപ്പോൾ ആ പഞ്ചസാര ഉരുകി ഇതും കറക്റ്റായിട്ട് സെറ്റാവും. അത് പൊളിയായിരിക്കുമല്ലോ അതുപോലത്തെ സാധനം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? അതെ, നമ്മൾ വെയിലത്ത് വെക്കുന്നതിന് പകരം ചൂട് അതുകൊണ്ട് ഡയറക്റ്റ് തീയിൽ ആക്കുന്നതെന്ന് മാത്രം. ഞാനിങ്ങനെ ലെയറാക്കിയിട്ടതേ ശരിക്കും ഇതുപോലെ നല്ല രീതിയിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഉണ്ടോ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതളുകളിൽ നിന്നുള്ള ജ്യൂസും കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരട്ടി സെറ്റാക്കി എടുക്കണം. നമ്മുടെ റോസാപ്പൂ ഉണ്ടോ ശരിക്കും ഇത് മാറിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ ഇത് വരട്ടി ഇതിൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്, അത് കറക്റ്റായിട്ട് മാറും. ഈ പഞ്ചസാരക്കകത്ത് നല്ല രീതിയിൽ അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വരട്ടി സാധനം ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. കാണാമോ? പിന്നെ നല്ല റെഡ് വൈൻ്റെ കളറായില്ലേ, കണ്ടോ? കുറച്ചും കൂടെ ഒന്ന് വറ്റണം കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് വരട്ടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ആകാൻ. ഉണ്ടോ? ഇതിപ്പോൾ റോസാപ്പൂവെന്ന് പറയുമോ? അപ്പോൾ നമ്മുടെ റോസാപ്പൂവൊക്കെ കണ്ടോ നല്ല രീതിയിൽ ആ ചാറൊക്കെ ഇതിനകത്ത് പിടിച്ച് ആ പഞ്ചസാരയും തമ്മിൽ ഒന്നായിട്ടുണ്ട്. കണ്ടോ? ഡ്രൈ ആയി തുടങ്ങി, ആ വെള്ളം പോലെയുള്ള ഇതൊക്കെ മാറി. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പശുവിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ഒന്നുകൂടെ നമുക്കിത് അങ്ങോട്ട് വരട്ടിയെടുക്കാം കേട്ടോ, ഈ നെയ്ക്കകത്തും കൂടി ഇട്ട്. അപ്പോൾ നമ്മൾ നെയ്ക്കകത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ റോസാപ്പൂ. ഇപ്പോൾ ശരിക്കും ഈ ഗുൽഗന്ധിൻ്റെ സെയിം ടെക്സ്ചറും സെയിം ഇതുമായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ വേറെ ലെവലാണ്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പാലൊഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തിളപ്പിച്ച പാലൊഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇതിനകത്ത് ഇളക്കി അങ്ങനെ തിളപ്പിക്കണം. ഒഴിച്ചിട്ട് അങ്ങോട്ട് പോകരുത്, എങ്കിലേ കറക്റ്റായിട്ട് ആ റോസാപ്പൂവിൻ്റെ ഇതും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇളക്കി അത് തിളപ്പിക്കണം. അപ്പം നമ്മുടെ പാലിനകത്തൊക്കെ നമ്മുടെ റോസാപ്പൂ കിടന്ന് വെന്തിട്ടുണ്ടല്ലോ, വേറെ മൂഡായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങാപ്പീര റോസ്റ്റ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊരു മെയിൻ ഐറ്റമാണ് കേട്ടോ. സംഭവം നമ്മൾ വിചാരിക്കും നിസ്സാര ഇതാണെന്ന്, പക്ഷേ സാധനം വേറെ ലെവലാണ്. ഇനിയിപ്പോൾ നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുത്ത കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നെയ്ക്കകത്ത് വറുത്തെടുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചാൽ കേട്ടോ. ഓഹോ, ഏലക്ക ഇട്ടപ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോയിട്ട് നമുക്കങ്ങോട്ട് നൈസായിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. ചൂടോടെ എങ്ങനെ പായസം കുടിക്കാല്ലേ. അമ്മേ എൻ്റെ മോനെ, ഇത് വെയിറ്റടാ. അപ്പോൾ നമ്മുടെ റോസാപ്പൂ പായസം ദേ നല്ല കിഡുമായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അടപ്രഥമനാന്നേ പറയുള്ളൂ. അത്രയ്ക്ക് ഒരു എന്താ പറയുക, റോസാപ്പൂ ആണെന്നേ ആരും പറയില്ല, അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് 2 പപ്പടം അങ്ങോട്ട് നമ്മുടെ പ്ലേറ്റിനകത്തോട്ട് വെക്കാം. 2 3 എന്നിട്ട് ഇതങ്ങോട്ട് പൊടിക്കുക. എന്നിട്ട് ഇതിൽ നിന്നുണ്ടല്ലോ നമ്മുടെ നട്ട്സും ഇതെല്ലാം കൂടെ കൂട്ടി കുറച്ച് പായസത്തിൻ്റെ മണ്ടയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. എൻ്റെ മോനെ, എന്നിട്ട് പേരിന് വേണേൽ 2 പപ്പടം കൂടെ വെക്കാം. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ പപ്പടവും കൂട്ടി അങ്ങോട്ട് കുഴയ്ക്കണത്. ചൂട് ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയാൻ തുടങ്ങി. ചൂടടാ, ചൂടല്ലേ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. എന്നാ ആവി പറക്കുന്ന പായസം എന്നൊക്കെ കൈ പൊള്ളുന്നടാ, കൈ കൊള്ളുന്ന അന്ന് ഞാൻ കഴിച്ചു എന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഇപ്പം നമ്മുടെ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് ആർക്ക് കൊടുത്താലും അറിയാം ഇത് റോസാപ്പൂ പായസമാണ്. അല്ലാണ്ട് ഒരാൾക്ക് കൊടുത്താൽ ഒരിക്കലും പറയില്ല ഇത് റോസാപ്പൂ പായസമാണ്.
അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. ആ ഒരു ഫീലൊന്നും അല്ല. എന്താ ഇപ്പം ഞാൻ പറയാം, ഒന്നും കൂടെ കഴിച്ചു നോക്കിയിട്ട് പറയാം. വേറെ ലെവൽ സാധനം ഇവിടെ. പപ്പടമേ കുറച്ചും കൂടെ എടുക്കാം. ലേശം പായസം കൂടെ, ലേശം കുറച്ച് ഇച്ചിരി മതി. നിങ്ങൾക്ക് കുറച്ചും കൂടെ മതി. ഇച്ചിരി പപ്പടം ഇതും ഭയങ്കര കോമ്പിനേഷൻ എടുത്ത്. ഭയങ്കര ചൂടാണ്, അതാണ് ഞാൻ പപ്പടം കൂടുതൽ എടുക്കുന്നത്. കൈ കൊള്ളായിരിക്കും. പപ്പടം കുറച്ചെടുത്ത കുഴപ്പമില്ല. 3 പപ്പടമോ? 3 പപ്പടമല്ല, ഇനിയിപ്പം കൈ കൊള്ളാതെ നോക്കണ്ടടാ. അത് ശരിയാ. ഇത് ചോറിനൊന്നും പോലെ ആയോ? പായസം തന്നെയാണോന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അടിപൊളി കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അടിപൊളി ആയതുകൊണ്ടാണ് അടിപൊളിയായെന്ന് പറയുന്നത്. അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും പോരാതെ വരും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് ഈ പായസം. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ഇതാക്കണം. ഡയറക്റ്റ് മീൻസ് കമൻസിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അയക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇതിലും മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.